വൈകുന്നേരത്തെ ചായൻ്റെ കൂടിയും പെട്ടെന്നൊരു ഗസ്റ്റെല്ലാം വരുന്നതെന്ന് പറയുമ്പോഴും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പി ആയാലോ. ആദ്യം തന്നെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ വെച്ച് ചൂടായി വരുമ്പോൾ 3 മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു രീതിയിൽ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ക്രഷാക്കിയത് ചേർത്ത് കൊടുക്കാം. ഒന്ന് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കുക. പൊടികൾ ചേർത്തൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം 200 ഗ്രാം ബോൺലെസ് ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ചേർത്തിട്ട് വേവിച്ചതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടെ ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം കയ്യിൽ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. പിന്നെ മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ഇത് ചുടുപ്പാനായിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കൊരു ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വയ്ക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആദ്യം 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് കട്ടിയിലാണ് ഉള്ളത്. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഒരുപാടങ്ങ് അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോഴത്തേക്ക് നല്ല സ്മൂത്ത് ബാറ്റർ ആയിട്ട് കിട്ടും. അടിച്ചെടുത്ത ബാറ്റർ ഞാൻ ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതും ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലൂസിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. ഒരുപാട് തിക്കായിട്ടുള്ളതല്ല, ഈ ലൂസിലുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്പം ഓയിൽ സ്പ്രെഡ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഓരോ കയ്യിൽ വീതം മാവ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കനം കുറച്ചിട്ടുള്ള ദോശ നമുക്ക് ചുട്ടെടുക്കാം. എന്നിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് സെറ്റായി കാണുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. ദോശ ഒരുപാട് മൊരിഞ്ഞു പോകണ്ട, ഈ ഒരു രീതിയിൽ ആകുമ്പോൾ എടുക്കുക. ഒന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ ഫില്ലിംഗ് എല്ലാം ചൂടെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചുട്ടെടുത്ത ദോശയിൽ നിന്നും ഓരോന്നും ഇതുപോലെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമുക്ക് എത്രയാണോ ഫില്ലിംഗ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുട്ട പുഴുങ്ങിയിട്ട് പകുതിയാക്കിയിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ചിക്കന് പകരം മുട്ടൻ്റെ ഫില്ലിംഗ് റെഡിയാക്കിയിട്ടും ഇതിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും മടക്കി കൊടുക്കുക. പിന്നെ ഈ 2 സൈഡിൽ നിന്നും മടക്കി കൊടുക്കുക. അങ്ങനെ 4 ഭാഗത്തുനിന്നും മടക്കിയിട്ട് ഒരു ബോക്സ് പോലെ ആക്കിയെടുക്കുക. ഇത് ബാക്കിയുള്ളത് മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുക്കുക. എല്ലാം ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിൽ ഇതാ 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് മല്ലിച്ചപ്പ് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ട് അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അതുപോലെ ഇതെല്ലാം ചേർത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം പാലും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 2 ടീസ്പൂണോളം ഗീ ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ആക്കി കൊടുക്കുക. ഇതുപോലെ എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു സ്നാക്ക് ഓരോന്നും എടുത്തിട്ട് ഇതുപോലെ മുട്ടയിൽ മുക്കിയിട്ട് പാനിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഇത് റെഡിയാക്കി എടുക്കാം. തീ കൂട്ടി വെക്കരുത്, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുക്കുക. ഒരു 3-4 പ്രാവശ്യം തിരിച്ച് മറിച്ച് വിടണം, എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് എടുത്തതിന് ശേഷം സർവിംഗ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് ചൂടോടെ തന്നെ ചൂട് ചായക്കൊപ്പം നമുക്കിത് കഴിക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ പെട്ടെന്ന് നല്ലൊരു റെസിപ്പിയാണ് ചൂട് ചായക്കൊപ്പം. ഇൻഷാ അല്ലാഹ് ചൂടോടെ കഴിക്കാം. എല്ലാവരും